നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞായിരിക്കും നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലോട്ട് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി, എല്ലാവരും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ 2 കാർസ് വരുന്നുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ പെട്ടെന്ന് കാണിക്കാം. ഓക്കെ, നമുക്ക് കാർസ് കാണിക്കാം. നമ്മൾ ഇന്നോവ ക്രിസ്റ്റയും നമ്മളെ മെക്ലാരനുമാണ് വന്നത്. അതിൻ്റെ സിക്കോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്നോവ ക്രിസ്റ്റയുടെ 1207 ആണ് നമ്മൾ ഇന്നോവ ക്രിസ്റ്റയുടെ സീറ്റ് കോഡ്. ഇനി നമ്മൾ മെക്ലാറിൻ്റെ സീറ്റ് കോഡ് വരുന്നത് 4000 ആണ്. ഇത് പോർഷ്യയുടെ സീറ്റ് കോഡായിരുന്നു. പോർഷ്യ എടുത്ത് കളഞ്ഞ് നമ്മൾ മെക്ലാരൻ വെച്ചിട്ടുണ്ട്. പോർഷ്യയുടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അടുത്ത വീഡിയോയിൽ കൊടുക്കാം. അതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഇടാം. ഇപ്പോൾ തന്നെ കുറേ പേർക്ക് കിട്ടുന്നില്ല. എനിക്ക് പോലും കിട്ടിയില്ല. അത് നിങ്ങൾക്ക് കിട്ടുക, എന്നാലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോ റീഫ്രഷ് ചെയ്തിട്ട് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മളെ ഗെയിമിലോട്ട് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ RGS മെനുവിൽ ലോഡ് കൊടുക്കുക. അത് ഫുള്ള് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ലോഡ് കൊടുത്താൽ നമുക്ക് ഇവിടെ GTA 5 വരും. അത് നമ്മളിവിടെ ഇറക്കി പിടിച്ചിട്ട് ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ് കാണും. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഓൾറെഡി ഒരു ഫയലുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. ഗെയിം ഒന്ന് കംപ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങ് ഇവിടെ ഒന്നും കാണത്തില്ല. അത് നിങ്ങൾ ഒന്നും കൂടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങൾ ഗെയിമിനകത്തോട്ട് കയറുക. ഇങ്ങനെ കയറുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പാനിക്കാവരുത്. ഇങ്ങനെ ഇവിടെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും GTA 5 city.glb എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പ്രസ് ചെയ്താൽ നമുക്ക് വരത്തില്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ശേഷം നമ്മൾ ഇതിൽ പോയിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താൽ നമുക്ക് ഒന്നും പറ്റില്ല. ഗെയിം ഒന്നും ആവാൻ നിൽക്കും. നിങ്ങൾ കണ്ടിട്ട് 5-6 പ്രാവശ്യം പിടിച്ച് പ്രസ് ചെയ്താൽ ഗെയിം നിങ്ങൾക്ക് ഈ ലിങ്ക് തന്നെ ക്രാഷ് ആയി പോകും. പിന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒന്ന് ലാഗാകും. ഒരു 15-10 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ലാഗായിട്ട് നമ്മൾ ഗെയിമിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു ഇതായിരിക്കും നമ്മൾ എങ്ങനെ നമുക്ക് ഇത് കയറി ഇനി നമുക്ക് എങ്ങനെ ഇത് ബാക്ക് പോകാമെന്നുള്ളത്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് ഇനി ഒന്ന് GTA 5 ഒന്നും കൂടെ ഇതൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾ ഇത്രയും വലിയ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പേഴ്സിന് കുറച്ച് തന്നെ ഡ്രൈനേജിൻ്റെ ആ ഭാഗം വരെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഇനി ബാക്കി പതുക്കെ അടുത്ത അപ്ഡേറ്റിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നമുക്ക് 358 MB വരെ ഇത് വരുന്നുണ്ട്. 158 MB വരെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കംപ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ ഗെയിം ക്രാഷായി എന്തായാലും GB കുറേ ഇറങ്ങിപ്പോകും ഫോണിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പതുക്കെ നമ്മളെ ഡെവലപ്പർ സെറ്റാക്കി കൊണ്ടുവരുന്നതായിരിക്കും. അതൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അകത്തോട്ട് ഫിനിഷ് ആയിട്ടില്ല. പിന്നെ നമ്മളെ ഗ്യാരേജൊക്കെ വരുന്നുണ്ട്. GTA 5 എങ്ങനെ ഇരിക്കുന്ന അത് കണക്കാണ് നമ്മളെ ഡെവലപ്പർ ഇത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറേ പ്രോപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ എങ്ങനെ ബാക്ക് പോവാം. നിങ്ങൾ ബാക്ക് പോവുക വളരെ സിമ്പിളാണ്. ഈ ഗെയിം ഒന്ന് ബാക്ക് പോവുക, എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് ഫുള്ളൊന്ന് റീഫ്രഷ് ചെയ്ത് കളയാം. ഒന്നും കൂടുന്ന് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിലോട്ട് കയറണം. നമ്മളെ ഗെയിമിലോട്ട് കയറുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ ആ പ്ലേയിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ നമ്മളെ ഗെയിമിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഗെയിമിലോട്ട് വന്ന് ഇനി നമുക്ക് പ്രോപ്സ് ചിലപ്പോൾ കുറച്ചാണെങ്കിന്നുള്ളൂ. വീഡിയോ കുറേ ലോങ് ആകുന്നുണ്ട്. ഇതാണ് നമ്മളത്തെ ആദ്യ ഗെയിമിംഗ് വീഡിയോ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഞാൻ ചെയ്യുക. GTA 5 നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ പ്രോപ്സ് അത് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു തരാം. SC1 തൊട്ട് SC10 വരെയാണ് നമ്മുടെ ഒരു പ്രോപ്സ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് HSC1 തൊട്ട് HSC10 വരെ നമുക്ക് ഈ പ്രോപ്സ് വന്നിട്ടുള്ളത്. മൊത്തം ഒരു 20 പ്രോപ്സാണ് നമുക്ക് ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ,
നമ്മൾ GT5 സിറ്റി കണ്ടു, ഇത് കണ്ടു. ഇനി നമുക്ക് പോർഷെ കാറുണ്ട്, അത് ഞാൻ പറഞ്ഞതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.